ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് മല്ലിപ്പെരളൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും നെയ്ച്ചോറിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് 20 വെളുത്തുള്ളി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 പച്ചമുളകാണ്, അതൊന്ന് ചതച്ചെടുത്തതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാൻ 2 വലിയ സവാള ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 തണ്ട് കരിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. പൊടികളിൽ ഇതാ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. നമ്മൾ കുറച്ചധികം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികൾ മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുളക് പൊടി ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ പൊടിയാണ്. അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല, ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്ത ഒരു ക്രഷ് ചെയ്ത മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടി പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അത് ഞാൻ 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിന് പൊടിയില്ലെങ്കിൽ പെരിഞ്ജീരകം നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബീഫിൻ്റെ മല്ലിപ്പെരളൻ ബീഫിന് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അവസാനമായിട്ട് ഇതാ മല്ലിയാണ്. മുഴുവനെയുള്ള മല്ലി ഒരു 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തതാണ്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന ബീഫിന് അനുസരിച്ചിട്ട് എരിവും വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്താലും മതിയാകും. പക്ഷേ ഞാനിത് വെക്കുന്ന പാത്രം കുറച്ചൊരു ചെറുതായതുകൊണ്ട് അതിലിട്ട് ഇതേപോലെ യോജിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തെടുത്തത്. ഇനി നമ്മൾ വെക്കുന്നത് ഇതേപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ്. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളിത് വേകുന്ന സമയത്ത് ഈ ബീഫിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങിയിട്ട് നന്നായിട്ട് ഇത് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ നമ്മളൊരു 2 മിനിറ്റ് വെക്കുക. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടോ, ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുകൾക്കാന് പൊന്തി വന്നിട്ടുണ്ട്.
ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക്, ലോ ഫ്ലെയിമിലേക്ക് മാറ്റരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് വേവ് കുറഞ്ഞ ബീഫ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലാക്കി നമുക്ക് ഈ ഗ്യാസ് അടുപ്പിൽ തന്നെ വെച്ചത്. കുറച്ച് നല്ല വേവുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് വിറകടുപ്പിൽ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബീഫിന്. നമുക്കൊരു 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മളിത് വെച്ചിട്ട് ഒരു 25 മിനിറ്റോളം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. എത്രങ്ങാനും വെള്ളം ഉണ്ടായിരുന്നു വെന്തപ്പോൾ. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നല്ല ഒരു പെരളൻ രീതിയിൽ ആയിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ അടിയിലൊന്നും ഇപ്പോൾ അധികം വെള്ളമല്ല കണ്ടോ. ഇനി നന്നായിട്ട് വേഗം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് ബീഫിൻ്റെ. എല്ലോട് കൂടിയ ബീഫാണ്, അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കുകയാണ്. കുറച്ച് ഉള്ളി വെളിച്ചെണ്ണയിൽ നമ്മൾ തൂമിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ ചേർത്ത വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5 ചെറിയുള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 തണ്ട് കരിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. കേട്ടോ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയ നമ്മുടെ ബീഫ് മല്ലിപ്പെരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.